നിരന്തരമായിട്ട് നമ്മൾ ഓരോരുത്തരും തന്നിലെ ഞാനിൽ നിന്ന് തന്നിൽ തന്നെയുള്ള താനിലേക്ക് ഉയരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആർക്കൊക്കെ അതിന് കഴിയും എന്നുള്ളത് അവരവരെ സംബന്ധിച്ചിടത്തോളം ആണ് സത്യമായിട്ടുള്ളത്. ആർക്ക് വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും, പുരുഷനായാലും സ്ത്രീ ആയാലും ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് മതത്തിൽപ്പെട്ടവനായാലും രോഗിയായാലും യോഗിയായാലും ഭോഗിയായാലും ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ തന്നെ ആർക്കാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്താൻ സാധിക്കുന്നത്, ഫിനിഷ്ഡ്. അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. എന്താ പാട്? എല്ലാവർക്കുമാകാം. അതിന് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ല. അതൊക്കെ പ്രാരബ്ധം അനുഭവിച്ചു തന്നെ തീർക്കണം. ആ പ്രാരബ്ധത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോളിവുഡിൽ, ലോസ് ഏഞ്ചൽസിൽ സിനിമാ നടന്മാരൊക്കെ കഴിയുന്ന ഏറ്റവും ഉന്നതമായ നിലയിൽ കഴിയുന്ന ഒരു പ്രദേശം മുഴുവനും സർവ്വനടീനടന്മാരുടെയും, ഹോളിവുഡിലെ ഡയറക്ടേഴ്സ് ആയാലും ശരി, മ്യൂസിഷ്യൻസ് ആയാലും ശരി, എല്ലാവരുടെയും വീടുകൾ കത്തിച്ചാമ്പലായി, ഒന്നുമില്ല, വെറും ഭസ്മം മാത്രം. 10-200 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം മുഴുവനും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ നടന്മാരൊക്കെ അവിടെ നിന്ന് പറയുന്നു, ഇനി ഒന്നുമില്ല, ഒന്നുമില്ല, എല്ലാം തീർന്നു, എല്ലാം പോയി. ഓരോ നടന്മാരും നടികളും അവിടെ നിന്ന് പറയുന്നത് ടി വിയിൽ കാണിച്ചു. ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കാനേ ഒക്കൂ. അതല്ലേ നമ്മൾ ദിവസവും ഇവിടെ പറയുന്നത്? ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ആ സംഭവിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഓരോരുത്തരും ഈ ശരീരം വെടിയുന്നതിന് മുൻപ് ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. ഈ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഹിന്ദുവോ ക്രിസ്ത്യനോ മുസൽമാനോ നായരോ ഈഴവനോ നാടാരോ ഒന്നുമല്ല. നിങ്ങൾ നാമരൂപരഹിതമായ ആ ചൈതന്യം. ജാതി നീതി കുലഗോത്രദൂരകം നാമരൂപ ഗുണദോഷവർജിതം. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ സദ്വസ്തു. അതിന് നാമമില്ല, രൂപമില്ല. അത് ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, മുസൽമാനല്ല. ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഏക വസ്തു. അതാണ് ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ സർവഭൂതാധിവാസഃ കർമാധ്യക്ഷഃ സാക്ഷി ചേത കേവലോ നിർഗുണശ്ച. അതിനെയാണ് അറിയേണ്ടത്. എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ സ്വരൂപമായിട്ടിരിക്കുന്നു. നിങ്ങൾ അതാണ്. തത് ത്വമസി. ഛാന്തോക്യോപനിഷത്ത് പ്രഖ്യാപിക്കുന്നത് ആ മഹാവാക്യം അതാണ്. തത് ത്വമസി. അതാണ് നിങ്ങൾ. അത് നിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടും നിങ്ങൾ എങ്ങനെയായിരിക്കുന്നത്? ഞാനായിട്ടാണ് ഇരിക്കുന്നത്, കുട്ടപ്പനായിട്ടാണ് ഇരിക്കുന്നത്, ഗോമതിയായിട്ടാണ് ഇരിക്കുന്നത്, ഹിന്ദു ആയിട്ടാണ് ഇരിക്കുന്നത്, ക്രിസ്ത്യാനിയായിട്ടാണ് ഇരിക്കുന്നത്, മുസൽമാനായിട്ട് ആണിരിക്കുന്നത്. അങ്ങനെ തന്നെ വെടി തീരുകയും ചെയ്യും. വെടി തീർന്നാൽ എന്താ ഫലം? വീണ്ടും പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി ജഡരേ ശയനം. ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് മോചനം വേണമെന്നുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ അവസരം കിട്ടുന്ന അസുലഭ സന്ദർഭം. 84 ലക്ഷത്തിൽ പരം ശരീരങ്ങളിൽ കൂടി കടന്ന് എപ്പോഴെങ്കിലുമായിരിക്കും ഇനി ഒരു മനുഷ്യ ജന്മത്തിലേക്ക് വന്ന് ഭവിക്കാൻ കഴിയുന്നത്. കാരണം എന്താ? ഇതപര്യന്തം നാം ജീവിച്ചിട്ടുള്ള ശരീരങ്ങളിൽ വെച്ച് ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ അനുഭവിച്ച് തീർക്കാനുള്ള ഫലങ്ങൾ പ്രാരബ്ധാനുസാരം നാം ചുമന്നുകൊണ്ട് നടക്കുകയാണ്. സഞ്ചിത കർമ്മം അതനുഭവിച്ച് തന്നെ തീർക്കണം.
ഈ ലോസ് ഏഞ്ചൽസിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വീടുകളുടെ ആളുകൾ ഏതാണ്ട് 10-20 പേരും മരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ഷൂട്ടിങ്ങിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. ഇത് മാത്രമല്ല, അവിടുത്തെ ലാൻഡ് ലോഡ്സ്, നടീനടന്മാർ മാത്രമല്ല, ലാൻഡ് ലോഡ്സ് ഒക്കെ താമസിക്കുന്ന സ്ഥലമായിരുന്നു അത്. ലോസ് ഏഞ്ചൽസ് ആൻഡ് കാലിഫോർണിയ എല്ലാം ഭസ്മം, ഒന്നുമില്ല. അടുത്ത് കിടക്കാനൊരു പാ വേണമെങ്കിൽ പാ വാങ്ങിക്കണം. കൊട്ടാര സദൃശമായ വീടുകളാണ്, എല്ലാം പോയി. ഇതാണ് അവസ്ഥ. ഇതല്ലേ നമ്മൾ മുണ്ടക്കൽ കണ്ടത്? ആ മണ്ണൊലിപ്പുണ്ടായ സ്ഥലത്ത് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പേ എല്ലാം തീർന്നു. അതെപ്പോഴും എവിടെയും സംഭവിക്കാം പ്രിയമുള്ളവരെ. അത് സംഭവിക്കുന്നതിന് മുൻപ്, അത് എനിക്ക് സംഭവിക്കില്ല എന്നൊന്നും ആരും കരുതണ്ട. ആർക്കും ഏത് നിമിഷവും സംഭവിക്കാം. അത് സംഭവിക്കുന്നതിന് മുൻപ് ഈ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ശരീരമേ അല്ല. എന്താ പാട്? നിങ്ങൾ ഈ ശരീരമേ അല്ല, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ശരീരി. എല്ലാ ദിവസവും കേൾക്കുന്നു, പക്ഷെ അതിലേക്ക് മാത്രം നിങ്ങൾ ഉണരുന്നില്ല, അതിലേക്ക് ഉയരുന്നില്ല. എന്താ കാരണം? വേണ്ട, താമി ഇങ്ങനെ ഇരുന്ന് പറയും, നമ്മൾ കേൾക്കും, നമ്മൾ പോവും, അത്രേ ഉള്ളൂ. ബാക്കിയൊന്നും നടക്കുന്നില്ല. നിങ്ങളിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കുന്നില്ല. നിങ്ങൾ പഴയപടി തന്നെയാണിരിക്കുന്നത്. ഉദ്ധാരണം നടക്കുന്നില്ല. ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ തന്നെ അവനവനെ ഉയർത്തണം. വേറെ ആർക്കും നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഒരു ഗുരുവിനും നിങ്ങളെ ഉയർത്താൻ കഴിയില്ല. ഗുരു എന്താ ചെയ്യുന്നത്? പറഞ്ഞു തരും. ഇവിടെ നടക്കുന്നത് അതാണ്, ഹിയറിങ്. അതാണ് ഉപനിഷത്തുകൾ പറയുന്നത്. ശുകരഹസ്യോപനിഷത്ത് പറയുന്നില്ലേ, ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. ശ്രവണം, കേൾക്കുക, 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 നിരന്തരമായിട്ട് കേൾക്കുക. കാരണം എന്താ? കേൾക്കാൻ പോലും അവസരം കിട്ടുകയില്ല, തരികില്ല. കാരണം എന്താ? ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി. ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി. വിവരമുള്ളവന്, തിരിച്ചറിവുള്ളവന് മൊണ്ണയ്ക്ക് പറ്റില്ല. മൊണ്ണ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പഴയതുപോലെ തന്നെ ഇരിക്കുന്ന പാർട്ടികൾ. അത് സ്വാമി നമ്മളെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്? പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ, പറഞ്ഞേ വെക്കൂ. കാരണം എന്താ? ഏത് നിമിഷവും തകർന്നു പോകാം. ബുദ്ധൻ ഒരു നദിയുടെ കരയിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ വഴിയിൽ കുറേ കുട്ടികൾ ആ നദിയുടെ തീരത്ത് മണൽ കൊണ്ട് വീടുകൾ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധൻ അത് നോക്കിയപ്പോൾ രസം തോന്നി. ബുദ്ധൻ അവിടെ നിന്ന് ആ കുട്ടികളെ നോക്കി. കുറേ കുട്ടികളുണ്ട്. ആ കുട്ടികൾ മണൽ കൊണ്ട് വീടിങ്ങനെ ഓരോരുത്തരായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരുത്തൻ്റെ കൈ കൊണ്ട് ഒരുത്തൻ്റെ വീട് തകർന്നുപോയി, മണൽ വീട് തകർന്നുപോയി. അവനങ്ങോട്ട് വഴക്ക് പറയാൻ തുടങ്ങിയപ്പം, പിടിച്ചു തള്ളാൻ തുടങ്ങിയപ്പോൾ അവൻ എടുത്ത് ചാടിയത് വേറൊരുത്തൻ്റെ വീടിൻ്റെ പുറത്ത്, അതും തകർന്നു. അവർ കെട്ടിക്കൊണ്ടിരുന്ന കൂട്ടാടിയായപ്പം 3-4 വീടുകൾ തകർന്നു. ഇങ്ങനെ ഭയങ്കര അടി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സന്ധ്യ മയങ്ങി. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് ആളുകൾ വന്നു. വീട്ടിലെ അമ്മയും അച്ഛനും വിളിക്കുന്നില്ല, ഓടിപ്പോടാ, നിങ്ങളെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇവരുടെ വഴക്കൊക്കെ മതിയാക്കിയിട്ട് എല്ലാവരും അവർ തന്നെ ആ വീട് ചവിട്ടി നിലം പരിച്ചാക്കിയിട്ട് എല്ലാവരും ഓടി അങ്ങ് വീട്ടിലേക്ക് പോയി. ബുദ്ധൻ ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് കൂടെയുള്ളവരോട് പറഞ്ഞു, ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ. നമ്മളെല്ലാം എന്തെല്ലാമോ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ലോസ് ഏഞ്ചൽസിൽ കണ്ടത് അതാണ്.
എന്തെല്ലാമോ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നു. സാധാരണക്കാരേക്കാൾ വലിയ ആളുകൾ എന്നുള്ള നിലയ്ക്ക്, പ്രമാണിമാരെന്നുള്ള നിലയ്ക്ക് വലിയ വലിയ വീടുകൾ കെട്ടിപ്പൊക്കി കൊട്ടാര സദൃശമായിട്ട് ജീവിച്ചു കൊണ്ടിരുന്ന ആ നില കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ഈ മണൽ വീടുകൾ തകർന്നതുപോലെ തകർന്നു പോയി. നമ്മുടെയും എല്ലാം അവസ്ഥ ഇതുതന്നെയാണ്. നമ്മളും എല്ലാം ഇതുപോലെ പലതും കെട്ടിപ്പൊക്കി അതിനകത്ത് താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മണൽ വീടിന് സമാനമാണ്. ഏത് നിമിഷമാണ് വിളി വരുന്നതെന്നറിയില്ല. ആ നിമിഷം ഇതെല്ലാം കളഞ്ഞിട്ട് പോകേണ്ടി വരും. ഈ ധാരണയോടുകൂടിയാണ് നിങ്ങൾ വീട്ടിൽ കഴിയുന്നത് എങ്കിൽ നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും ലീലയായിട്ട് മാറും. എല്ലാം ലീല. ഈ ലോസ് ഏഞ്ചൽസിൽ കഴിയുന്ന കെട്ടിപ്പൊക്കിയ വലിയ വലിയ ആളുകളുടെ കത്തി നശിച്ച വീടുകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഒരവധൂതനെ പോലെ, ഒരവധൂതൻ ഇങ്ങനെ വിദേശത്ത് അഗ്നിപർവ്വതം പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അഗ്നിപർവ്വതം പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ലാവ ഇങ്ങനെ ഒഴുകി വന്ന് അനവധി വീടുകൾ അതിൽപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്, കത്തിജ്വലിച്ചുകൊണ്ട് ഇരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു അവധൂതൻ മാത്രം ഇതെല്ലാം നോക്കി പൊട്ടി ചിരിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആ അവധൂതന്, നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ, നിങ്ങൾക്ക് ഒന്നും രക്ഷപ്പെടുത്തേണ്ടതായിട്ടില്ലേ? അപ്പോൾ അവധൂതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് രക്ഷപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യം എൻ്റെ ഉള്ളിലിരിക്കുന്നു, അതല്ലാതെ വേറെ ഒന്നും എനിക്കില്ല. എൻ്റെ സ്വരൂപത്തെ എനിക്ക് രക്ഷപ്പെടുത്തേണ്ടതായിട്ടില്ല. അത് എപ്പോഴും രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതിനെ ആരും രക്ഷപ്പെടുത്തേണ്ടതായിട്ടില്ല. തൻ്റെ ഉള്ളിലിരിക്കുന്ന തൻ്റെ സ്വരൂപത്തെ ആർക്കും രക്ഷപ്പെടുത്തേണ്ടതായിട്ടില്ല. അത് എങ്ങനെയുള്ളതാണ്? സർവവ്യാപി, പരമാത്മാ, സർവാന്തര്യാമി. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. ഞാൻ. പക്ഷേ നിങ്ങൾ എന്നെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? കൃഷ്ണനായിട്ടാണ് കണക്കാക്കുന്നത്. അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിത. കഴിഞ്ഞ പ്രഭാഷണത്തിൻ്റെ കമൻറ്റിൽ ഒരാൾ എഴുതിയിരുന്നു, 9-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം സ്വാമിയിൽ നിന്ന് ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട് എന്നൊരാൾ എഴുതി ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മറുപടി കൊടുത്തിട്ടുണ്ട്. കൃഷ്ണൻ പറയുന്നു, നിങ്ങൾ ആരും എന്നെ, ഞാൻ സർവാന്തര്യാമിയായ ആ സച്ചിദാനന്ദ സ്വരൂപമാണെന്നുള്ളതിനെ അറിയാതെ നിങ്ങൾ മനുഷ്യരൂപം ധരിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണനാണ് ഞാൻ എന്നുള്ള ഭാവത്തിലാണ് നിങ്ങൾ എന്നെ കണക്കാക്കുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളെല്ലാവരും എന്നെ മനുഷ്യരൂപത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണൻ ആണ് എന്ന ഭാവത്തിലാണ് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്നെ നേരിട്ട് കൊണ്ടിരിക്കുന്നത്, എന്നെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, എന്നെ പ്രാപിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ സ്വരൂപമാണെന്ന് നിങ്ങളറിഞ്ഞ് എന്നെ ആരാധിക്കുന്നില്ല. നമ്മളിവിടെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം അതുമാത്രമാണ്. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു അവിനശ്യന്തം യപശ്യതി സപശ്യതി. നശ്വരമായ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ അവിനാശിയായ വസ്തു ആത്മചൈതന്യം. അതാണ് കൃഷ്ണൻ പറഞ്ഞത് അഹമാത്മാ ഗുഡാകേശ. 10-ാം അധ്യായത്തിലെ 20-ാം മന്ത്രം അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവ ച. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സ്വയം പറയാൻ ധൈര്യമുള്ളവരായിട്ട് മാറണം. അഹമാത്മാ.
ആ കൃഷ്ണൻ പറഞ്ഞ വാചകം നിങ്ങൾ പറയണം. എങ്ങനെ? അഹമാത്മാ ഗുഡാകേശ എന്ന് കൃഷ്ണൻ പറഞ്ഞതുപോലെ നിങ്ങളും അഹമാത്മാ, ഞാൻ ആ ആത്മചൈതന്യമാണ്. എന്താ അല്ലേ? ഇത് ചുമ്മാ പറയുന്നതല്ലല്ലോ. നിങ്ങൾ തിരിച്ചറിയുന്നില്ല. എത്ര പ്രാവശ്യം നിങ്ങളിത് കേൾക്കുന്നു. ഈ ശരീരമല്ല നിങ്ങൾക്ക്, ഈ കുട്ടപ്പനല്ല നിങ്ങൾ, നിങ്ങൾ നാരായണനോ ഗോവിന്ദനോ ഔസേപ്പോ ബഷീറോ ഹിന്ദുവോ ക്രിസ്ത്യനോ മുസൽമാനോ ഒന്നുമല്ല നിങ്ങൾ. നിങ്ങൾ ജാതിനീതി കുലഗോത്രദൂരകം, നാമരൂപ ഗുണദോഷവർജിതം. നാമം രൂപം ഇതൊന്നുമില്ലാത്ത നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം. ഏത്? നിങ്ങളുടെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തിയവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് ഉറങ്ങാതെ നിങ്ങളുടെ ഉള്ളിൽ ഉണർവോടുകൂടി സദാ സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്ന ആ ബോധസ്വരൂപം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് എല്ലാവരും ഭാവിക്കണം. തത് ഭാവയ 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 യദ്ഭാവോ തദ്ഭവതു. എന്താ 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 തടസ്സം? എന്ത് തടസ്സം? ക്യാ തടസ്സം? ആരെങ്കിലും പിടിച്ചു വച്ചിട്ടുണ്ടോ? ആരെങ്കിലും അതിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടോ? ഭാര്യ, ഭർത്താവ്. എൻ്റെ ഭർത്താവ് ഒന്നും സമ്മതിക്കില്ല. എന്താ ഭർത്താവിന് എന്തിനാ അറിയുന്നത്? നിങ്ങളുടെ ഉള്ളിൽ ഇത് ഭാവന ചെയ്യണം. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഭാവന ചെയ്ത് ഞാൻ ഈ നായരോ ഈഴവനോ അല്ല, ഞാൻ നാമരൂപരഹിതമായ ആ ചൈതന്യ സ്വരൂപമായി ആണ് എന്ന് സങ്കല്പിക്കാൻ, ഭാവന ചെയ്യാൻ ഭർത്താവിനെ എന്തിനു കൂട്ടുപിടിക്കണം? ഭർത്താവ് സമ്മതിക്കില്ല എന്ന് എന്തിനാ ചിന്തിക്കുന്നത്? അദ്ദേഹത്തെ വെറുതെ വിടൂ. ഒരുത്തരുമേന് തടസ്സമല്ല. നിങ്ങളുടെ സാഹചര്യങ്ങളോ നിങ്ങളുടെ കടമോ നിങ്ങളുടെ ബുദ്ധിമുട്ടോ അതൊക്കെ കർമ്മഫലം അനുഭവിച്ച് കുത്തിയിരുന്ന് അനുഭവിക്കണം. ലോസ് ഏഞ്ചൽസുകാരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കർമ്മഫലം തന്നെയാണ്. സ്വാമി, ഇത്രയും ആളുകൾക്ക് ഒരേപോലെ കർമ്മഫലം വരുമോ? പിന്നെന്താ? എല്ലാവർക്കും ഒരുപോലെ വരും. അവരെല്ലാം പ്രകൃതി ഇങ്ങനെ കാറ്റടിച്ച് കരിയിലകളെ ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ട് വരുന്നത് പോലെ അവിടെ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. അതെല്ലാം പ്രകൃതിക്ക് കഴിയും. ആ പ്രകൃതിയുടെ ഇച്ഛാനുസാരമാണ് എല്ലാം സംഭവിക്കുന്നത്. എല്ലാവരെയും ഒന്നിച്ചൊരു സ്ഥലത്ത് കൂട്ടിയിട്ട് തമാശയായിട്ട് പറയാറുണ്ട്. എന്ത് തമാശ? അതിൻ്റെ പേരെന്തെന്ന്? ടി വിയിലൊക്കെ കാണുന്ന തമാശ, കോമഡി. ആ കോമഡിയിലൊരു കാലൻ വരുന്ന ഒരു തമാശ കണ്ടിട്ടുണ്ടല്ലോ. ഒരു കാലൻ വന്ന ആളുകളെ കൊണ്ടുപോകാൻ നേരത്തെ കാലൻ പറയുന്നില്ലേ, ചിലപ്പോൾ ഒരു സംഘത്തെ മുഴുവനും കൊണ്ടുപോകേണ്ടി വരുന്ന അവസരത്തിൽ ഞാൻ കൊതുകുകളെയാണ് അയക്കുന്നത്. അതിൽ പറയുന്നത് അവരെ രോഗം പടർത്തി ഒന്നിച്ചൊരു സംഘത്തെ മുഴുവനും കൊണ്ടുപോകും. അതുപോലെ ഈ ആളുകളെയൊക്കെ ഒരേ ഗണത്തിൽപ്പെടുന്ന ആളുകളെയെല്ലാം ഒരു സ്ഥലത്ത് ഒന്നിച്ച് ചേർത്ത് നിർത്തി അവിടെ വെച്ച് പൊരിച്ചു കളയും. കർമ്മഫലാനുഭവം അലംഘനീയം. മരിച്ചു കഴിഞ്ഞതിന് ശേഷം പോലും ആ കർമ്മഫലാനുഭവം നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം നമ്മൾ കണ്ടില്ലേ? ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ശരീരം എത്രയോ മാസങ്ങളായിട്ട് മക്കളുടെ പരസ്പരമുള്ള ശത്രുതാഭാവത്തിൻ്റെ പേരിൽ അതിനെ മതപരമായിട്ട് കൂട്ടിക്കലർത്തി എത്രയോ മാസങ്ങളായിട്ട് അത് അടക്കം ചെയ്യാതെ ഇരുന്നു. ഇപ്പോഴും അതിൻ്റെ കേസ് നടക്കുകയാണ്. ഇതാണ് പ്രാരബ്ധം. മരിച്ചു കഴിഞ്ഞിട്ടും സ്വാമിയെ തോണ്ടിയെടുക്കുമെന്ന് കാണുക പറയുന്നത്. ഒരു സ്വാമിയെ സമാധി ഇരുത്തി, പെട്ടെന്ന് സമാധി ഇരുത്തി, ആരെയും കാണിച്ചില്ല. അദ്ദേഹം പറഞ്ഞിരുന്നു പോലും സമാധി ഇരുത്തുന്ന ആരെയും കാണിക്കരുത്,
കണ്ടാൽ എനിക്ക് ദൈവത്തെ പ്രാപിക്കാൻ ഒക്കില്ല എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് പത്രത്തിൽ വാർത്ത. അതുകൊണ്ട് ആരെയും കാണിക്കാതെ കെട്ടിപ്പൂട്ടി സമാധി ഇരുത്തി. ഇപ്പോൾ ആളുകളൊക്കെ കേസ് കൊടുത്തപ്പം കളക്ടറോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത് പൊക്കിയെടുക്കാനായിട്ട്, സമാധി സ്വാമിയെ പൊക്കിയെടുക്കാനായിട്ട്. അതെല്ലാം നമുക്കതിനെക്കുറിച്ചൊന്നും പറയാൻ നിവൃത്തിയില്ല. സ്വാഭാവിക സമാധിയുണ്ട്, അഭ്യാസ സമാധിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് എൻ്റെ സന്യാസം നടന്ന സമയത്ത് ഞാൻ പോയിരുന്നത് എന്തിനാണ്, അതുവരെ പറഞ്ഞു. എൻ്റെ ഗുരു 7 ദിവസം ഭാഗവത സപ്താഹം നടത്തി. ആ ഗുഹയ്ക്കകത്തിരുന്ന് സപ്താഹം കേട്ടതിന് ശേഷം ശരീരം വെടിയും എന്ന് നോട്ടീസ് അടിച്ച് പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. അത് കാണാനായിട്ടാണ് ഇവിടുന്ന് വലിഞ്ഞ് ഞാൻ പോയത്. പോയിട്ടെന്താ സംഭവിച്ചത്? വഴിയിൽ വെച്ച് ഒരാൾ പിടിച്ചു നിർത്തി തുണി ഉരിഞ്ഞു കളഞ്ഞ്, ഇതല്ല നീ ഉടുക്കേണ്ടത് എന്ന് പറഞ്ഞ് വെള്ള വസ്ത്രം ഉടുപ്പിച്ച്, അതിന് ശേഷമുള്ള എൻ്റെ ആ ഭാവം നിങ്ങളോട് ഞാൻ പറഞ്ഞു, ആ പ്രകൃതിക്ഷോഭം. അത് കഴിഞ്ഞ് 7 ദിവസം ആ ഗുഹയ്ക്കകത്തിരുന്ന ഭാഗവത സപ്താഹം കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്താ? എൻ്റെ സന്യാസം. അതിന് മുൻപ് ആ ദർശനത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ദർശനത്തിലൂടെ ഈ ശരീരം ഒരു ഭിക്ഷാപാത്രമായിട്ട് മാറുകയും ആ ഭിക്ഷാപാത്രത്തിൽ ഭഗീരഥൻ തപസ് ചെയ്ത സ്ഥലത്തിന് മുകളിൽ വെച്ച് സന്യാസ വസ്ത്രങ്ങൾ വന്ന് വീഴുകയും ചെയ്തപ്പോൾ സന്യാസത്തിനുള്ള സമയമായി എന്ന ഒരു ആത്മഗതം എന്നിൽ നിന്ന് ഉയർന്നത് എന്നോടൊപ്പം വന്നിരുന്ന ആ ഗുരുവിൻ്റെ സഹോദരൻ കേൾക്കുകയും അതനുസരിച്ച് അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ഇപ്പോൾ സന്യാസം സ്വാമി വാങ്ങിച്ചിരിക്കണം. ഞാനപ്പോൾ പറഞ്ഞു, വേണ്ട അതിനൊന്നും സമയമായിട്ടില്ല, വേണ്ട. അദ്ദേഹം തടുത്തു, ഇല്ല, ഇപ്പോഴും സന്യാസം ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് സന്യാസം സംഭവിക്കുന്നത്. അത് കൃത്യമായിട്ട് എന്താണോ നടക്കേണ്ടതായിട്ടുള്ളത് അത് അവിടെ വെച്ച് കൃത്യമായിട്ടും സംഭവിച്ചിരിക്കും. ഒരുത്തർക്കും തടുക്കാൻ കഴിയില്ല. പക്ഷേ ആ സന്യാസം വിധിപ്രകാരം അവിടെ വെച്ച് നടന്ന് എല്ലാ വിധിപ്രകാരവും ഹിമാലയത്തിലെ എല്ലാ മഹാത്മാക്കളും അവിടെ ഉണ്ടായിരുന്നു. ആ സന്യാസ സമയത്ത് ഹിമാലയത്തിലെ പ്രസിദ്ധരായ അവധൂതന്മാരും സന്യാസിമാരും എല്ലാം അവിടെ സമ്മേളിച്ചു. എന്തിനാ? ഇദ്ദേഹം ശരീരം വെടിയുന്നു എന്ന് പറയുന്നത് കാണാനായിട്ട്. അതുകൊണ്ട് ആ സന്യാസ സമയത്ത് നമുക്ക് എല്ലാ മഹാത്മാക്കളെയും പാദനമസ്കാരം ചെയ്യുന്നതിനുള്ള അവസരം ആ ഹിമാലയത്തിൽ വെച്ച് കിട്ടി. പക്ഷേ ആ ഗുരുവിന് ശരീരം വെടിയാൻ കഴിഞ്ഞില്ല. അത് വിധിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അവിടെ വെച്ച് സന്യാസം 1991 അതിനുശേഷം 2 വർഷം കൂടെ കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ശരീരം വെടിഞ്ഞത്. 1993 അത് ഇതുപോലെ വൈകുന്നേരം മുറിയിൽ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്ത വീട്ടിലെ ഒരാൾ വിളിച്ചു പറഞ്ഞു, സ്വാമി സ്വാമി സമാധിയായി. അപ്പോൾ ഞാൻ എൻ്റെ മുറിയിലിരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം സമാധി ഇരുത്തുന്നു, ജലസമാധിയാണ് ഇരുത്തുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ആലോചിച്ച് എന്ത് ചെയ്യാനാണ്. പെട്ടെന്ന് ഭാഗവത സപ്താഹം വായിക്കാനായിട്ട് കൂടെ പോയിരുന്ന ആ ബ്രഹ്മചാരിയുമായിട്ട് സംസാരിച്ചു. എന്തു ചെയ്യാം, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ആ ശരി, എന്നാൽ പോകാം. പിറ്റേ ദിവസം പോകണമെങ്കിൽ വിമാനത്തിലേ പോകാൻ ഒക്കൂ. വിമാനമെങ്കിൽ വിമാനം, എവിടെ കഞ്ഞി കുടിക്കാൻ വകയില്ല. ആ തരത്തിലാണ് ജീവിക്കുന്നത്. പിറ്റേ ദിവസം വിമാനത്തിൽ പോകാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കി നേരെ ഡൽഹിയിലെത്തി. പെരുമഴ, തിരുവനന്തപുരം മുഴുവനും ജലപ്രളയം. എൻ്റെ മുറിക്കകത്ത് മുഴുവനും വെള്ളം കയറി. പുസ്തകങ്ങളൊക്കെ 1-2 തട്ടുകൾ വെള്ളത്തിനടിയിലായി. ചെങ്കച്ചുള്ളയിലെ മീനുകളൊക്കെ മുറിക്കകത്താണ്. കാരണം ചെങ്കച്ചുള്ളയിലെ ഓട മുഴുവനും നിറഞ്ഞ് ഇങ്ങ് വന്ന് മുറിക്കകത്താണ് ആ ഓടയിലെ വെള്ളം. നല്ല ശുദ്ധജലമാണ്.
ചെങ്കച്ചൂള ഓടയിലെ ജലം മുറിക്കകത്ത്. ഇത്രയും വണ്ണമുള്ള മീനുകളാണ് മുറിക്കകത്ത്. ആ അവസ്ഥയിലിട്ടിട്ട് രാവിലെ പോകണം. ഈ അവസ്ഥയിൽ തന്നെ മുറിയിട്ടിട്ട് രാവിലെ ഞങ്ങൾ വിമാനത്തിൽ പോകും. വിമാനത്തിൽ കയറി വിമാനം പോവില്ല. ഡൽഹിയിലേക്കെന്ന് പറഞ്ഞ് കയറ്റിയിട്ട് ബോംബെ കൊണ്ടിറക്കി വിട്ടു. കാരണം കൊടും മഴ, പെരുമഴയായിരുന്നു. ബോംബെയിൽ ഇറക്കി വിട്ടു. ആ ബോംബെയിൽ നിന്ന് വേറെ ഏതോ ഒരു ജെറ്റിൽ കയറ്റി ഡൽഹി കൊണ്ടുവിട്ടു. അവസാനം ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ടുവരുന്ന ഹോസ്പിറ്റലിലെത്തി. അവിടുന്ന് ഹരിദ്വാറിലെത്തി. ഹരിദ്വാറിൽ ഉത്തരകാശിയിലാണ് ജലസമാധി ആക്കിയത്. ആ ശരീരത്തെ ഭയങ്കരമായ കല്ലൊക്കെ കെട്ടി ഈ ശവപ്പെട്ടി പോലെ ഉണ്ടാക്കി അതിനകത്ത് ശരീരം വെച്ച് പ്രത്യേക സ്ഥലമുണ്ട്. ആ സ്ഥാനത്ത് ഒരുപാട് കല്ലൊക്കെ അതിനകത്ത് വെച്ച് കെട്ടി താഴ്ത്ത് പൊങ്ങി വരാതിരിക്കത്തക്കവണ്ണം ഉത്തരകാശിയിൽ ആ ജലസമാധി നടത്തുന്ന സ്ഥാനത്ത് സമർപ്പിച്ചു. അത് ഈ കൈകളിൽ കൂടി സമർപ്പിക്കാനുള്ള ഭാഗ്യവും കിട്ടി. അതൊക്കെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചിരുന്നത് പോലെ അദ്ദേഹത്തിന് ശരീരം വെടിയാൻ കഴിഞ്ഞില്ല. അത് അദ്ദേഹത്തിൻ്റെ കുറവല്ല. അദ്ദേഹത്തിൻ്റെ കുറവെന്ന് ആരും ധരിക്കരുത്. കുറവല്ല. അതൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് മാത്രമേ അത് നടക്കൂ. അത് ആരായാലും ശരി. കണ്ടില്ലേ ഓഷോയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത്? ഇത്രയും വലിയ ആൾ ഈ ഭൂമിയിൽ ഒരു സ്ഥലത്തും അദ്ദേഹത്തെ ഇറക്കാതെ അമേരിക്കൻ പ്രസിഡൻറ്റ് എല്ലാ രാജ്യങ്ങൾക്കും നിർദ്ദേശം കൊടുത്തു, യാതൊരു കാരണവശാലും ഇദ്ദേഹത്തെ ഭൂമിയിൽ ഇറക്കരുത്, ഒരു രാജ്യക്കാരും ഇദ്ദേഹത്തെ താഴെ ഇറങ്ങാൻ അനുവദിക്കരുത്. അവസാനം ഇദ്ദേഹത്തിൻ്റെ ഭക്തരെല്ലാവരും കൂടെ വിചാരിച്ചു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു കപ്പൽ വാങ്ങിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെല്ലാം ആ തരത്തിൽ ഉള്ള ആളുകളാണ്. അപ്പോൾ ഒരു സ്ത്രീ, ഒരു ശിഷ്യ പറഞ്ഞു, ഞാനൊരു കപ്പൽ വാങ്ങിക്കാം, അദ്ദേഹത്തിന് കടലിൽ നമുക്ക് അദ്ദേഹത്തെ താമസിപ്പിക്കാം. അപ്പോൾ ഓഷോ അതിന് സമ്മതിച്ചില്ല. കാരണം ഈ വെള്ളത്തിനകത്ത്, കപ്പലിൽ വെള്ളത്തിനകത്തിരുന്നാൽ ഈ ശരീരം എപ്പോഴും ആടിക്കൊണ്ടിരിക്കുന്നത്, ആ അവസ്ഥ ഈ ശരീരത്തിന്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് പറ്റുന്നതല്ല. അതുകൊണ്ട് ആ ശ്രമം ഒഴിവാക്കി. അതിനുശേഷം പിന്നെ വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം പൂനായിൽ തന്നെ വന്നിറങ്ങി. അമേരിക്കൻ പ്രസിഡൻറ്റിനെ എന്തോ പറഞ്ഞു എന്നുള്ള ആ ഒരു വൈരാഗ്യം, അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പീഡിപ്പിച്ചതാണ്. വിഷം കൊടുത്തു. എന്തോ താലിയമാണെന്ന് തോന്നുന്നു. ഏതോ വിഷം അദ്ദേഹത്തിന് കൊടുത്ത് ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകളയുകയായിരുന്നു അദ്ദേഹത്തെ പോലെയുള്ള ഒരു പ്രതിഭ ജനിച്ചിട്ടില്ല. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീതയൊന്ന് വായിച്ചു നോക്കണം. എന്തിന് ഭഗവത്ഗീത? അദ്ദേഹത്തിൻ്റെ ഏത് പുസ്തകം വേണമെങ്കിലും വായിച്ചു നോക്കൂ. ഞാൻ എത്രയോ കാലം അദ്ദേഹം ഒരു സെക്സ് ഗുരുവാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്നയാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം വായിക്കാൻ, യാദൃച്ഛികമായിട്ട് വായിക്കാൻ കഴിഞ്ഞപ്പോൾ ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഈ അദ്വൈതാവസ്ഥയെക്കുറിച്ച്, ആത്മാനുഭൂതിയെക്കുറിച്ച്, ആ പരമോന്നത നിലയെക്കുറിച്ച്, അതിലെത്താനുള്ള മാർഗത്തെക്കുറിച്ച്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കിട്ടാവുന്നിടത്തോളം പുസ്തകങ്ങൾ മുഴുവനും ഞാൻ വായിച്ചു. ഇതിൽ പരമാനന്ദം എനിക്ക് മറ്റൊരാളിൻ്റെ പുസ്തകത്തിൽ നിന്നും കിട്ടിയില്ല. എത്രയോ ഭഗവത്ഗീതകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യസ്വാമികളുടെ ഭഗവത്ഗീത അത് വേറൊരു നിലയാണ്. ജ്ഞാനേശ്വരി ഭഗവത്ഗീത മറ്റൊരു നിലയാണ്. ശിവാനന്ദ സരസ്വതിയുടെ ഭഗവത്ഗീത വേറൊരു നിലയാണ്. മധുസൂദനാനന്ദ സരസ്വതിയുടെ ഭഗവത്ഗീത മറ്റൊരു നിലയാണ്. അതൊക്കെ അവരവരുടെ നിലകളിൽ ശ്രേഷ്ഠങ്ങളാണ്. പക്ഷേ ഓഷോയുടെ ഭഗവത്ഗീത എന്ന് പറയുന്നത് 18 വാള്യം
അടുക്കി വെച്ചാൽ ഇത്രയും വരും ഒറ്റ ഗീത. 18 വോള്യം, 10,000 രൂപ, 10,000 പേജുകൾ. എനിക്ക് വായിക്കാൻ കഴിഞ്ഞത് തമിഴിലാണ്. ഹിന്ദിയും എൻ്റെ കയ്യിലുണ്ട്. ഹിന്ദി ഇതുപോലെ തമിഴ് വായിക്കും പോലെ എനിക്ക് വായിക്കാൻ കഴിയില്ല. എങ്കിലും കുറേയൊക്കെ തക്കടാ പൊക്കടാ എന്നൊക്കെ പറഞ്ഞൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ ആ തമിഴ് ഗീത വായിച്ചപ്പോൾ എന്തൊരു ഗീത, എന്തൊരു ഭാഷ! മനുഷ്യനെ ആ പരമാനന്ദത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് എത്തിക്കുന്ന, ആ പരമപദത്തിലേക്ക് എത്തിക്കുന്ന വാക്കുകൾ. മലയാളത്തിൽ അതിൻ്റെ ഏതാണ്ട് 3 വോള്യങ്ങളെ ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷേ ആ തമിഴ് വായിച്ച ആ ഒരു സുഖം മലയാളം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ ഇംഗ്ലീഷ് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 3 വോള്യം ഇംഗ്ലീഷ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഇറങ്ങിയിട്ടുണ്ട് 3 വോള്യം. അപ്പോൾ ഇതൊക്കെ മഹാത്മാക്കളുടെ കാര്യത്തിൽ സംഭവിക്കുന്നതാണ്. ആ ആത്മഭാവത്തിലേക്ക് ഉയരുന്ന അവസരത്തിൽ ടാഗോർ ഒരു കവിയാണ്. പക്ഷേ അദ്ദേഹം ചുമ്മാ സാധാരണ കവി എന്ന് പറഞ്ഞാൽ വാക്കുകൾ എടുത്തു വെച്ച് അടുക്കി വെച്ച് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ് കവിത. കൺസ്ട്രക്ഷൻ. അവരാണ് കവികൾ. എന്നാൽ യഥാർത്ഥത്തിലുള്ള കവി എന്ന് പറയുന്നത് ക്രിയേഷൻ നടത്തുന്ന ആളുകളാണ്. ക്രിയേഷൻ. ടാഗോർ ക്രിയേഷൻ നടത്തുന്ന ഒരു കവിയാണ്. അങ്ങനെയുള്ള കവികളെ ഋഷി എന്നാണ് പറയുന്നത്. ഋഷി. ടാഗോർ അതുകൊണ്ടാണ് ഋഷിയാകുന്നത്. അദ്ദേഹം കവിതാരചന നടത്തുന്ന അവസരത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്കൊരു ബാധ കയറും പോലെയുള്ള ഒരു ആവേശം ഉണ്ടാകും. ആ ആവേശം ഉണ്ടാകുന്ന സമയത്ത് തൻ്റെ മുറിയിലിരിക്കുന്ന സർവ്വ ആളുകളെയും മാറിപ്പോകാനായിട്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടാകും. അവിടെ ചട്ടമുണ്ടങ്ങനെ. അദ്ദേഹത്തിന് എപ്പോഴാണ് കവിത എഴുതണം എന്നുള്ള ഒരാവേശം വരുന്നത്, അത് ഒരു ദൈവീകമായ ആവേശമാണ്. അതുണ്ടാകുന്ന അവസരത്തിൽ മറ്റുള്ളവർക്കത് കാണാനൊക്കില്ല. കാരണം എല്ലാവരെയും അവിടുന്ന് പറഞ്ഞയക്കാറുണ്ട്. എന്നാൽ ഒരു ഗുരുദയാൽ മാലിക് എന്ന് പറയുന്ന ഒരാൾ ഒരു ദിവസം അദ്ദേഹത്തെ കാണാൻ വന്നു. കൂടെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ ആവേശമുണ്ടായി. അദ്ദേഹം തേൻ വെള്ളത്തിൽ ചേർത്ത് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ പാത്രവും കപ്പും എല്ലാം കൂടി താഴെ വീണ് ഉടഞ്ഞുപോയി. കാരണം ഈ ആവേശം വന്നപ്പോൾ ശരീരത്തിൻ്റെ അവസ്ഥ മാറി. അപ്പോൾ ഉടനെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ മാലിക്കിനോടും പുറത്തു പോകാനായിട്ട് അവർ ആംഗ്യം കാണിച്ചു. അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു. എങ്കിലും അദ്ദേഹം പുറത്തു പോയപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും കൂടെ പുറത്തോട്ട് ഇറങ്ങിപ്പോകാതെ അദ്ദേഹം വാതിലിന് വെളിയിലിറങ്ങി മറഞ്ഞു നിന്ന് ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടു നിന്നു. ടാഗോർ കാണാതെ. ആ സമയത്ത് ടാഗോറിൻ്റെ ശരീരം മുഴുവനും വിറച്ചുകൊണ്ടിരുന്നു. ശരീരത്തിലെ രോമകൂപങ്ങൾ മുഴുവനും ഉയർന്നു പൊങ്ങി. അദ്ദേഹത്തിൻ്റെ ശരീരം ഇങ്ങനെ കാറ്റിലാടുന്ന വൃക്ഷം പോലെ അല്ലെങ്കിൽ ചെടി പോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നു. മണിക്കൂറുകൾ അങ്ങനെ തന്നെ ഇരുന്നു. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിലൂടെ കവിത എഴുതപ്പെടുന്നുണ്ടായിരുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന മാലിക്കിനും ഗുരുദയാൽ മാലിക്കിനും തൻ്റെ ശരീരത്തിൽ എന്തോ ഒരു പ്രത്യേകത തോന്നി. ശരീരം ഭാരമുള്ളതായിട്ട് മാറുന്നത് പോലെ തോന്നി. കാലുകൾ മുഴുവനും മരവിച്ചതുപോലെ തോന്നി. അവിടുന്ന് മാറിപ്പോകാനായിട്ട് കാൽ പൊക്കിയിട്ട് കാല് പൊങ്ങുന്നില്ല.
ടാഗോറിനുണ്ടായിരുന്ന ആ ആവേശം ഒരു ഭാഗം ഈ മാലിക്കിനെയും ബാധിച്ചു. പിറ്റേ ദിവസം കുറേ സമയം കഴിഞ്ഞപ്പോൾ ടാഗോർ ശാന്തനായി. പിറ്റേ ദിവസം ഗുരുദയാൽ മാലിക് വന്ന് ടാഗോറിനോട് ക്ഷമ പറഞ്ഞു. കാരണം ഞാൻ അങ്ങേ മറഞ്ഞു നിന്ന് ശ്രദ്ധിക്കുകയായിരുന്നു, അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, പക്ഷേ ഞാൻ അറിയാതെ ചെയ്തു പോയി, ക്ഷമിക്കണം. അപ്പോൾ ടാഗോർ പറഞ്ഞു, ഞാൻ കവിത എഴുതുന്ന സമയത്ത് ഞാനല്ല എഴുതുന്നത്, എന്നിലെ ഞാൻ അപ്രത്യക്ഷമാകും. അപ്പോൾ കവിത എഴുതുന്നത് ആരാണ്? എന്നിലെ താൻ. എന്നിലെ ഞാൻ അപ്രത്യക്ഷമായി എന്നിലെ താനാണ് ആ കവിത എഴുതുന്നത് എന്ന് പറഞ്ഞാൽ ദൈവീകമായിട്ടുള്ള സൃഷ്ടിയാണ് അപ്പോൾ നടക്കുന്നത്. ടാഗോറിൻ്റെ കവിതാരചന അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനമൊക്കെ കിട്ടിയത്. എന്തിനാ നോബൽ സമ്മാനം കിട്ടിയത്? ഗീതാഞ്ജലിക്ക്. എത്രയോ കാലം ആ ഗീതാഞ്ജലി എഴുതി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അതിന് നോബൽ പ്രൈസ് കിട്ടുന്നത്. ആരും അറിഞ്ഞിരുന്നില്ല, യാതൊരു പ്രശസ്തിയുമില്ലായിരുന്നു ആ ഗീതാഞ്ജലിക്ക് വർഷങ്ങളോളം. അതിൻ്റെ ഇംഗ്ലീഷ് പ്രതി ഇറക്കിയതിന് ശേഷം ആണ് അതിന് ഇംഗ്ലീഷ് പ്രതി ഇറക്കിയതിന് ശേഷം അദ്ദേഹത്തിനത് തർജ്ജമ ചെയ്യാൻ കഴിയാതെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു വിദേശിയെ കൊണ്ട് അത് തർജ്ജമ ചെയ്യിച്ചു, ഒരാളിനെ കൊണ്ട് തർജ്ജമ ചെയ്യിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത് മറ്റൊരാളിനെ കൂടെ കാണിച്ച് ഒന്ന് ശരിയാക്കിയാൽ എന്ത് എന്ന് നോക്കി വേറൊരാളിനെ കാണിച്ചു. അദ്ദേഹം 4 സ്ഥലത്ത് തിരുത്തുകൾ വരുത്തി. 4 സ്ഥലത്ത് തിരുത്തുകൾ വരുത്തിയതിന് ശേഷം അത് ഒരു യൂറോപ്യനെ കാണിക്കാൻ ഇദ്ദേഹം തീരുമാനിച്ചു. ഇംഗ്ലീഷിൻ്റെ ആളുകളാണല്ലോ. ആ യൂറോപ്യനെ കാണിച്ച് അദ്ദേഹം അത് മുഴുവനും വായിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ടാഗോർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്, പക്ഷേ 4 സ്ഥലത്ത് കല്ലുകടി അനുഭവപ്പെടുന്നുണ്ട്. അതേതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം എഴുതിയ ആൾ എഴുതിയതിന് രണ്ടാമത് കാണിച്ച ആൾ 4 സ്ഥലത്ത് തിരുത്തൽ വരുത്തിയ ആ 4 ഭാഗങ്ങൾ കല്ലുകടിയായിട്ട് തോന്നി എന്ന് ആ യൂറോപ്യൻ പറഞ്ഞു. ടാഗോർ അതനുസരിച്ച് ആ 4 ഭാഗങ്ങളെയും മാറ്റി ആദ്യം എഴുതിയ ആൾ എന്താണോ എഴുതിയത് അങ്ങനെ തന്നെ മാറ്റി പ്രതിഷ്ഠിച്ചു. അതാണ് ഗീതാഞ്ജലി. ആ ഗീതാഞ്ജലിക്കാണ് നോബൽ സമ്മാനം കിട്ടിയത്. അപ്പോൾ ടാഗോർ ആ അവസരത്തിൽ തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ താൻ ഭാവത്തിലേക്ക് ഉയർന്നിരുന്നു. ഇവിടെയും നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എപ്പോഴും നിങ്ങളും നിങ്ങളിലെ ഞാൻ ഭാവത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ താൻ ഭാവത്തിൽ ഉയർത്തി നിർത്തി നിരന്തര വിചാരത്തിലൂടെ അതിൽ സ്ഥിതി നേടണം, അതിൽ സ്ഥിരത ആർജിക്കണം. നമ്മുടെ പ്രജ്ഞ അതിൽ സ്ഥിരത ആർജിക്കുമ്പോഴാണ് ആ ആളിനെ സ്ഥിരപ്രജ്ഞൻ എന്ന് പറയുന്നത്. നമ്മുടെ പ്രജ്ഞ അതിൽ സ്ഥിതി ചെയ്യുന്ന സമയത്താണ് അയാളെ സ്ഥിതപ്രജ്ഞൻ അല്ലെങ്കിൽ സ്ഥിരപ്രജ്ഞൻ. നമ്മുടെ പ്രജ്ഞ അതിൽ സ്ഥിരമാകുമ്പോൾ സ്ഥിരപ്രജ്ഞ, സ്ഥിതി നേടുമ്പോൾ സ്ഥിതപ്രജ്ഞ. നിങ്ങൾക്കും ആ നില നിസാരം കൈവരിക്കാം. എങ്ങനെ? കഴിഞ്ഞ മന്ത്രം പറഞ്ഞത് അതാണ്. ഹിത്വാ അയം സ്വാപ്നികം ദേഹം ജാഗ്രദ്ദേഹം അപേക്ഷതേ ജാഗ്രദ്ദേഹേ പ്രബുദ്ധോ അയം ഹിത്വാ ആത്മാനം യഥാ തഥാ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മന്ത്രമാണ്, 47ാമത്തെ മന്ത്രം. എങ്ങനെയാണോ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കണ്ടുകൊണ്ട് ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ സ്വപ്നദേഹം വിട്ടിട്ട് ജാഗ്രത് ദേഹത്തെ പ്രാപിക്കുന്നത്, അതുപോലെ ഈ ജാഗ്രത അവസ്ഥയിൽ നിങ്ങൾ ഓരോരുത്തരും ഞാനെന്ന് പറയുന്നത്
ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ നായരോ ഈഴവനോ നാടാരോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ അല്ല, നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം ആണ് എന്ന് ബോധിച്ച്, അതാണ് ജാഗ്രത അവസ്ഥയിലുള്ള ഉണരൽ. ഉറക്കത്തിൽ നിന്നുണരുമ്പോൾ എങ്ങനെയാണോ സ്വപ്നദേഹം വിട്ടിട്ട് ജാഗ്രത് ദേഹത്തെ പ്രാപിക്കുന്നത്, അതുപോലെ ജാഗ്രത അവസ്ഥയിൽ ഇതിനുള്ള മാർഗമാണ് പറയുന്നത്. ജാഗ്രത അവസ്ഥയിൽ ഏതൊരാളാണോ അജ്ഞാനനിദ്രയിൽ നിന്നുണരുന്നത്. എന്താ അജ്ഞാനനിദ്ര? ഞാൻ കുട്ടപ്പനാണ്, ഗോപാലകൃഷ്ണനാണ്, നായരാണ്, ഈഴവനാണ്, ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ് എന്ന നിലയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നിലയാണ് അജ്ഞാനനിദ്ര. അതിൽ നിന്ന് ഉണരുന്നത് എങ്ങനെയാണ്? ഇതൊന്നുമല്ല ഞാൻ, ഇതൊക്കെ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ഉള്ളതായിട്ടുള്ളത് ആ ഉണ്മ. ഏതുണ്മ? എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, ആ ബോധസ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തിക്കൊണ്ട് സർവകർമ്മങ്ങളിലും വ്യാപരിക്കണം. സർവകർമ്മങ്ങളിലും വ്യാപരിക്കണം, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നത്, ഭക്തിയോഗത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ, മയ്യേവ മന ആധൽസ്വ മയി ബുദ്ധിം നിവേശയ. മയ്യേവ മന ആധൽസ്വ മയി ബുദ്ധിം നിവേശയ. ആ മയി എന്ന് പറയുന്നത് ഏതിലാണ്? എൻ്റെ ഉള്ളിലിരിക്കുന്ന എന്നിലെ സാക്ഷി സ്വരൂപത്തിൽ. കൃഷ്ണൻ എന്നിൽ നിങ്ങളുടെ മനസ്സിനെ ചേർക്കാൻ പറഞ്ഞാൽ ഓടക്കുഴലും വായിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനിലല്ല ചേർക്കേണ്ടത്. അതാണ് നേരത്തെ പറഞ്ഞത്, അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതം, 9-ാം അധ്യായത്തിൽ. അതിൻ്റെ വ്യാഖ്യാനം കേൾക്കണമെന്നാണ് ഒരാൾ കമൻറ്റിൽ ആവശ്യപ്പെട്ടത്. നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതാണ്. ആ ശ്രീകൃഷ്ണനെ അല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത്, പ്രാപിക്കേണ്ടത്. പിന്നെ ഏത് കൃഷ്ണനെയാണ്? കൃഷ്ണൻ എങ്ങനെയാണോ അഹമാത്മാ ഗുഡാകേശ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഞാൻ ആ ആത്മചൈതന്യം, ഏതൊരു സാക്ഷി ചൈതന്യമാണോ എൻ്റെ ഉള്ളിൽ ഉണ്മയായിട്ടുള്ളത്, സാക്ഷിയായിട്ടുള്ളത്, എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിട്ടുള്ളത്, ആ സാക്ഷി ചൈതന്യം, ആ ബോധ ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, എന്നിലെ യഥാർത്ഥ ഞാൻ, എന്നിലെ താൻ. അത് തിരിച്ചറിഞ്ഞ് ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ സദാസമയവും അതിൽ തന്നെ നിലനിർത്തിക്കൊണ്ടതാണ് ഇവിടെ പറഞ്ഞത്, മയി ബുദ്ധി മയി മന ആധൽസ്വ മയി ബുദ്ധി നിവേശയ നിവസിഷ്യസി മയ്യേവ. എന്നിൽ തന്നെ മനസ്സിനെ അർപ്പിച്ച് എന്നിൽ തന്നെ ബുദ്ധിയെ കേന്ദ്രീകരിപ്പിച്ച് ആരാണോ കഴിയുന്നത്, ആ എന്നിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് മനസ്സിലായോ? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ സ്വരൂപത്തിൽ, ഓടക്കുഴലും വായിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണനിലല്ല, ഗുരുവായൂരിലിരിക്കുന്ന ഗുരുവായൂരപ്പനിലല്ല, അമ്പലപ്പുഴയിലിരിക്കുന്ന ശ്രീകൃഷ്ണനിലല്ല. അതൊക്കെ എന്തിനാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്? ഇതറിയാത്ത തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപമാകുന്ന ശ്രീകൃഷ്ണനെ തിരിച്ചറിയാൻ കഴിയാത്ത മൂഢന്മാർക്ക് വേണ്ടിയാണ് അതെല്ലാം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അമ്പലപ്പുഴയിലെ ശ്രീകൃഷ്ണനും ഗുരുവായൂരപ്പനും എല്ലാം ഇതിനു വേണ്ടിയാണ്. സർവ്വദേവന്മാരെയും ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ഏതിനു വേണ്ടി? അവരവരുടെ ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപമാകുന്ന ആ ദേവനെ തിരിച്ചറിയാത്തത് കൊണ്ട്. ദേഹോ ദേവാലയ പ്രോക്തോ ജീവോ ദേവ സദാശിവ, സ്കന്ധോപനിഷത്ത്.
ദേഹോ ദേവാലയ പ്രോക്തോ, ഈ ശരീരം ദേവാലയമാകുന്നു. അതിലിരിക്കുന്ന ദേവനാരാണ്? നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് തത് ത്വമസി എന്ന് പറയുന്നത്. നിങ്ങൾ അതാകുന്നു. പക്ഷേ ഇതെത്ര പ്രാവശ്യം കേട്ടിട്ടും ഞാൻ അതാകുന്നു എന്ന് സ്വയം ധൈര്യത്തോടു കൂടി വിളിച്ചു പറയാൻ ആരും തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട്? എന്താ തടസ്സം? എന്ത് തടസ്സം? ഈ കിട്ടിയിരിക്കുന്ന ശരീരം ഏത് നിമിഷവും തകർന്നു പോകാം, ഏത് നിമിഷവും വിളി വരാം. മണൽ കൊണ്ട് വീട് പൊക്കിയിരിക്കുന്ന കുട്ടികൾക്ക് ആ വൈകുന്നേരം സൂര്യാസ്തമനമായപ്പോൾ വീട്ടിൽ നിന്ന് വിളി വന്നു, കയറി വാടായിങ്, എല്ലാം തട്ടിക്കളഞ്ഞിട്ട് പോയി. അതുപോലെ നമ്മളും വീട്, അച്ഛൻ, അമ്മ, കുടുംബം, സ്വത്ത്, പണം എന്നൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നതെല്ലാം വിളി വരുമ്പോൾ തട്ടിക്കളഞ്ഞിട്ട് പോകേണ്ടി വരും. ഉദാഹരണം ലോസ് ഏഞ്ചൽസ്, എല്ലാം പോയി. വലിയ വലിയ സിനിമാ നടന്മാരും നടികളുമല്ലേ കോടിക്കണക്കിനല്ല, മില്യൺസ് ഒന്നുമല്ല, ബില്യൺസ് കണക്കിന് സ്വർണവും അതുപോലെയുള്ള സാധനങ്ങളുമെല്ലാം എല്ലാം ഭസ്മം. ആലോചിച്ച് നോക്കൂ. ഇതാണ് മനുഷ്യരുടെ അവസ്ഥ. ഈ അവസ്ഥ എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് ഒരു നിമിഷം പോലും കളയാതെ നിങ്ങൾ ഓരോരുത്തരും ഞാനെന്ന് പറയുന്നത് ഈ ശരീരത്തിനകത്ത് എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിട്ട്, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് ഉണർവോടുകൂടി എന്നിൽ സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്ന ആ ബോധസ്വരൂപം, ആ സാക്ഷിസ്വരൂപം, അതിനെ തിരിച്ചറിവിലൂടെ കാണാതെ കാണണം. സ്വാമി കാണുന്നില്ലല്ലോ, സ്വാമി കാണണമെന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കിയാൽ കാണുന്നില്ലല്ലോ. അറിവിലൂടെ കാണണം. വൈദ്യുതിയെ കാണുന്നുണ്ടോ നിങ്ങൾ? പക്ഷെ കൊച്ചുകുട്ടി പോലും പറയുമല്ലോ, കറണ്ടില്ലാതെ ഫാൻ നിന്നിരിക്കുന്ന അവസരത്തിൽ ഫാൻ കറങ്ങാൻ തുടങ്ങുമ്പോൾ അമ്മ കറണ്ട് വന്നു. ഇങ്ങനെ പറയുന്നത് കറണ്ടിനെ കണ്ടിട്ടാണോ പറയുന്നത്? ഉപാധിയിലൂടെ കാണുന്നു. അതുപോലെ ഈ ശരീരമാകുന്ന ഉപാധിയിലൂടെ, ഈ ശരീരത്തിൽ ഉണ്ടായി നിലനിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുന്ന ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളാകുന്ന ഉപാധിയിലൂടെ, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളാകുന്ന ഉപാധിയിലൂടെ, സത്സംഗത്തിലൂടെ കേൾക്കുന്ന വാക്കുകളാകുന്ന ഉപാധിയിലൂടെ നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഉള്ളിലുണ്ടായിട്ടും അറിയാതിരിക്കുന്ന ആ അറിവിലേക്ക് ഉണർന്നു കഴിയുമ്പോൾ നിങ്ങൾ അതിനെ കാണാതെ കാണും. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, നിങ്ങൾ വിളിച്ചു പറയും, സ്വാമി കണ്ടു. എന്നാൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനൊക്കുമോ? പറഞ്ഞു കൊടുക്കാനേ ഒക്കൂ, കാണിച്ചു കൊടുക്കാനൊക്കില്ല. ഓരോരുത്തർക്കും കണ്ട് അതിനെ അനുഭവിക്കാൻ സാധിക്കും. എങ്ങനെ അനുഭവിക്കുന്നത്? സദാ. അതാണ് ഇവിടെ പറഞ്ഞത്, മയ്യേവ മന ആധൽസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ. നിങ്ങളുടെ മനസ്സും ബുദ്ധിയും എന്നിൽ തന്നെ നിലനിർത്തുമ്പോൾ നിങ്ങൾ എന്നെ തന്നെ പ്രാപിക്കും. ആ ഞാനെന്ന് പറയുന്നത് നിങ്ങളിലെ താൻ, തന്നിലെ താൻ, എല്ലാവരിലെയും ഉണ്മ, ആ ബോധസ്വരൂപം. നിങ്ങളിത് കേട്ടാൽ മാത്രം പോരാ, നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. മനസ്സിലാകുന്നില്ല ഈ കാര്യം? എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ട് കഴിഞ്ഞു. നിങ്ങളുടെ മക്കൾക്കിത് പറഞ്ഞു കൊടുക്കണം, ഈ അറിവ് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ അടുത്തുള്ളവർക്കിത് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ സഹോദരങ്ങൾക്കിത് പറഞ്ഞു കൊടുക്കണം.
നിങ്ങൾ സാമ്പത്തിക സഹായം ചെയ്യുന്നതിനേക്കാൾ ഈ ലോകത്ത് വച്ചുള്ള ഏറ്റവും വലിയ സഹായം ഇതാണ്, ജ്ഞാനം പകർന്നു കൊടുക്കുക. അങ്ങനൊരവസരം കിട്ടിയാൽ നിങ്ങളത് ചെയ്യാതിരിക്കരുത്. ആ അവസരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളോടൊപ്പമുള്ളവരെ കൂടെ ആ മാർഗത്തിലേക്ക് ഉയർത്തണം. എന്താ ചെയ്യുന്നത്? അജ്ഞാനാവസ്ഥയിൽ കിടക്കുന്ന ആളുകളെ നിങ്ങൾ വിജ്ഞാനാവസ്ഥയിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ഉദ്ധരേതാത്മനാത്മാനം. തന്നെ ആദ്യം ഉയർത്തുക, ഒപ്പം കൂടെയുള്ളവരെയും ഉയർത്തുക. ആ ഭാവം എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ സന്യാസത്തോടൊപ്പം ഞാൻ പറഞ്ഞിരുന്നില്ലേ, എന്നോടൊപ്പം ഒരു ബ്രഹ്മചാരിയും വന്നിരുന്നു. എന്നോടൊപ്പം അദ്ദേഹം പല പ്രാവശ്യം ഹിമാലയത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തും ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, നമുക്ക് പോവാം, വരാൻ പറഞ്ഞു. കൂടെ വന്നു. എൻ്റെ സന്യാസം സംഭവിക്കുമ്പോൾ അദ്ദേഹത്തിനും ആ സന്യാസം സംഭവിച്ചു. സ്വപ്നത്തിൽ പോലും അദ്ദേഹം വിചാരിച്ചിട്ടില്ല. പക്ഷേ എനിക്കിത്രയും കാര്യങ്ങൾ സംഭവിച്ചു, അദ്ദേഹത്തിനും അതുപോലെ സംഭവിച്ചു. അതെല്ലാം പ്രീ ഡിറ്റർമൈൻഡാണ്, എല്ലാം നേരത്തെ നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. ആ നിർണയിക്കപ്പെട്ടിരിക്കുന്നതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടക്കുന്നു. ലോസ് ഏഞ്ചൽസിൽ നടക്കുന്നതും നിർണയിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാം ഭസ്മമാകാൻ വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാം ചേർത്ത് വെച്ചാൽ ഇതൊക്കെ അന്ന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നൊന്നും കരുതരുത്. അതെല്ലാം കർമ്മഫലാനുസാരം സംഭവിക്കും. അതുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ നിങ്ങൾ ഓരോരുത്തരും താനിലേക്ക് നിങ്ങൾ ഓരോരുത്തരും തന്നെ ഉയർത്തണം എന്നുള്ള കാര്യത്തിൽ യാതൊരു മടിയും ആരും വിചാരിക്കരുത്. അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു, മയ്യേവ മന ആദൽസ്വ മയ്യ ബുദ്ധിം നിവേശയ നിവസിഷ്യതി മയ്യേവ അത ഊർധ്വം ന സംശയ. പിന്നെ അതിൽ നിന്ന് ഒരു മാറ്റമില്ല. ആ കൃഷ്ണൻ, ആ പരമാത്മ ചൈതന്യം എന്നിലിരിക്കുന്ന ആത്മചൈതന്യമാണെന്ന് ബോധിച്ച് ആരാണോ തൻ്റെ ശ്രദ്ധയെ അതിൽ തന്നെ സദാ നിലനിർത്തുന്നത്, അത് അറിവാണ്. അതൊരിക്കലും നശിക്കുന്നതല്ല, ആരെങ്കിലും പറഞ്ഞു കേട്ട അറിവല്ല, നിങ്ങൾ സ്വയം അനുഭവിക്കുന്ന അറിവാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അറിയുന്നില്ല, ഞാൻ ഈ നാരായണിയല്ല. നിങ്ങൾക്ക് ഈ നാരായണി എന്നുള്ള പേരുള്ള ഒരു സ്ത്രീക്ക് അന്ന് ജനിച്ചപ്പം കമലാക്ഷി എന്നിട്ടിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കമലാക്ഷി ആയിട്ടല്ല ഇരിക്കൂ. ഓഷോയുടെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓഷോ കോളേജ് പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിന് ചെറുപ്പക്കാർ കത്തെഴുതി, അദ്ദേഹത്തിന് ഇത്രയും പ്രായമായില്ലേ, കോളേജ് പ്രൊഫസറല്ലേ, അങ്ങയെ നോക്കി ഭഗവാൻ രജനീഷ് എന്ന് പറയുമ്പോൾ അങ്ങക്ക് ലജ്ജ തോന്നുന്നില്ലേ? അങ്ങക്ക് പറഞ്ഞൂടെ ഭഗവാൻ എന്നെ വിളിക്കരുതെന്ന്? ചെറുപ്പക്കാർ അദ്ദേഹത്തിന് കത്തെഴുതി. അദ്ദേഹം അവരെ വിളിച്ച് പറഞ്ഞു, ഞാൻ എങ്ങനെ അവരോട് എന്നെ ഭഗവാൻ എന്ന് വിളിക്കരുത് എന്ന് പറയുന്നത്? എന്നെ നിങ്ങൾ എങ്ങനെ അറിയുന്നത്? രജനീഷ് എന്നല്ലേ. ഈ രജനീഷ് എന്ന് പറയുന്നതിന് പകരം കുട്ടപ്പൻ എന്നാണ് എനിക്ക് പേരിട്ടിരുന്നെങ്കിൽ ഞാനിപ്പോൾ എങ്ങനെ അറിയപ്പെടുന്നത്? കുട്ടപ്പൻ എന്നല്ലേ. കുട്ടപ്പൻ അറിയാൻ ഒരു തടസ്സവുമില്ലല്ലോ. രജനീഷ് എന്നുള്ള പേരിന് പകരം എനിക്ക് എൻ്റെ അച്ഛനമ്മമാർ കുട്ടപ്പൻ എന്നാണ് ഇട്ടിരുന്നെങ്കിൽ ഞാനിപ്പോൾ കുട്ടപ്പൻ എന്നല്ലേ അറിയപ്പെടൂ. അപ്പോൾ ഈ രജനീഷ് എന്ന് പറയുന്ന നാമം അസത്യമല്ലേ, മാറാവുന്നതല്ലേ, മാറ്റാവുന്നതല്ലേ. പക്ഷേ അവർ വിളിച്ചതെന്താണ്? ഭഗവാൻ രജനീഷ് എന്ന്. ഈ രജനീഷ് എന്ന് പറയുന്ന നാമം അസത്യമാണ്, പക്ഷേ ഭഗവാൻ എന്ന് പറയുന്നത് സത്യം. ഞാൻ ഈ നാമരൂപധാരിയല്ല, ഞാൻ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ ദിവ്യസ്വരൂപം, ഭഗവത് സ്വരൂപം, അതാണ് ഞാൻ. അതെങ്ങനെയാണ് ഞാൻ മാറ്റാൻ പറയുന്നത്? അങ്ങനെ എന്നെ വിളിക്കരുത് എന്ന് ഞാൻ എങ്ങനെയാണ് പറയുന്നത്? അതുമാത്രമാണ് എന്നിൽ സത്യമായിട്ടുള്ളത്. രജനീഷ് എന്ന് പറയുന്നത് അസത്യം. എന്നിൽ സത്യമായിട്ടുള്ള വസ്തു ആ ഭഗവത് സ്വരൂപം മാത്രം. അതുകൊണ്ട് ഭഗവാൻ രജനീഷ് എന്ന് പറഞ്ഞാൽ എനിക്കെങ്ങനെ അവരെ തടയാൻ കഴിയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ചോദിച്ചു. പെട്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? അവരൊന്നും പറഞ്ഞില്ല. അതുപോലെ
നിങ്ങൾ ഓരോരുത്തരും ഭഗവത് സ്വരൂപമാണ്. നിങ്ങൾക്കും ആ പേര് സ്വീകരിക്കാം. ആ പേര് സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ ഭഗവത് തത്വത്തിലേക്ക് നിങ്ങളെ ഉയർത്തണം. ആരുടെയും സഹായം ആവശ്യമില്ല. അറിവിലൂടെ ഞാൻ അതാണെന്ന് ബോധിച്ച് ആ സിംഹാസനത്തിൽ നിങ്ങൾ ഓരോരുത്തരും കയറിയിരുന്നാൽ മാത്രം മതി. ഒരുത്തരുടെയും അനുവാദം വേണ്ട, ഒരുത്തരുടെയും ദയവും അതിനാവശ്യമില്ല. എന്താണ് ആവശ്യം? ഒരു ഗുരുവിൻ്റെ ഉപദേശം. ഈ അറിവ് നിങ്ങൾ ആർജിക്കണം. അതെങ്ങനെ ആർജിക്കാൻ സാധിക്കുന്നത്? ഗുരുവിൽ നിന്ന് കേൾക്കണം. അതാണ് ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിൽ ഇത്യേതത് പൂർണ്ണബോധസ്യ കാരണം. പൂർണ്ണബോധം കേട്ട് 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 അറിഞ്ഞറിഞ്ഞ് നിങ്ങളിലെ ആ നാമരൂപങ്ങളിൽ നിന്ന് നിങ്ങൾ വേർപെടണം. അതാണ് പഞ്ചദശിയിൽ വിദ്യാരണ്യസ്വാമികൾ പറയുന്നത്. എന്താ? യഥാ മുഞ്ചാദിഷീകൈവം ആത്മായുക്ത്യ സമുദ്രത. എവിടുന്ന്? ശരീരത്രയാത്. ഈ 3 ശരീരങ്ങളിൽ നിന്നും നിങ്ങളെ വേർപെടുത്തിയെടുക്കണം, വിടർത്തിയെടുക്കണം. എന്താ? എങ്ങനെ വിടർത്തിയെടുക്കണം? ഞാൻ ഈ ശരീരമല്ല, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ജാഗ്രത സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ ആത്മചൈതന്യമാകുന്നു എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ആ ആത്മസ്വരൂപത്തെ ഈ ശരീരങ്ങളിൽ നിന്ന് വിടർത്തിയെടുക്കണം. മുഞ്ചപ്പുല്ലിൽ നിന്ന് അതിൻ്റെ നാമ്പിനെ ഏതു പ്രകാരമാണോ ലഘുപ്രയത്നത്തിലൂടെ ഇങ്ങനെ പൊക്കിയെടുക്കാൻ സാധിക്കുന്നത്, അതുപോലെ ഈ ആത്മചൈതന്യത്തെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ നിന്ന് വേർപെടുത്തിയെടുക്കണം. എങ്ങനെ? അറിവിലൂടെ. കേട്ട് കേട്ട് അറിഞ്ഞറിഞ്ഞ് മനസ്സിലായി സ്വാമി, ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത് എന്ന് ഓരോ നിമിഷവും നിങ്ങൾ പറഞ്ഞ് ഓരോ അടി വീതം മുകളിലോട്ട് കയറണം. കിട്ടിയിരിക്കുന്ന അവസരം പാഴാക്കി കളയരുത്. ഏത് നിമിഷമാണ് പിടികൂടുന്നതെന്നറിയില്ല. അതിന് മുൻപ് ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങൾ ഓരോരുത്തരും ആ നിലയിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിച്ചിരിക്കണം. പിന്നെ താഴോട്ട് ഇറക്കരുത്. ബി ദെയർ, ഐ എം ദാറ്റ്. ആ നില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓ